ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ഓരോ നൂലിഴകളും നെയ്തെടുത്ത ആത്മവിശ്വാസത്തിന്റെ സൗന്ദര്യം. ഈ ബന്ധം ഒരു വികാരമാണ്. നിങ്ങൾക്കായി മാത്രം നെയ്തെടുത്ത പട്ടിന്റെ കഥ. ബ്യൂട്ടി സിൽക്സ്. കേന്ദ്ര സർക്കാരിന്റെ യുവജന ദ്രോഹ നടപടികൾക്കെതിരെ ഡിവൈഎഫ്ഐ തിരുവല്ലാമല ഈസ്റ്റ് മേഖലാ കമ്മിറ്റി യൂത്ത് മാർച്ച് സംഘടിപ്പിച്ചു. കെ.പി. ഉമാശങ്കർ ജാഥ ഉദ്ഘാടനം നിർവഹിച്ചു. ഇൻഖിലാബിന്റെ ഇടിമുഴക്കം തീർത്തുകൊണ്ട് കടന്നു വരുന്നത് അഭിവാദ്യം ചെയ്യുക, വീതിയൊരുക്കുക. കേന്ദ്ര സർക്കാരിന്റെ യുവജന വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധം ഇരമ്പുന്നു. ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി തിരുവല്ലോമല ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആവേശോജ്വലമായി യൂത്ത് മാർച്ച് സംഘടിപ്പിച്ചു. പഴമ്പാലക്കോട് കൂട്ടുപാത പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് CPIM ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം കെ.പി. ഉമാശങ്കർ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ തിരുവല്ലോമല ഈസ്റ്റ് മേഖലാ സെക്രട്ടറി PV വിവേക് ജാഥ ക്യാപ്റ്റനായും മേഖലാ വൈസ് പ്രസിഡന്റ് വീണ വൈസ് ക്യാപ്റ്റനായും മേഖലാ പ്രസിഡന്റ് ഗിരീഷ് രാധാകൃഷ്ണൻ ജാഥ മാനേജരായും മാർച്ചിൽ അണിനിരന്നു. കേന്ദ്ര ഭരണകൂടത്തിന്റെ യുവജന ദ്രോഹ നടപടികൾക്കെതിരെ ശക്തമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നടന്ന ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. തിരുവല്ലോമല സെന്ററിൽ സമാപിച്ച പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം N. അമൽരാജ് ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിലെ ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികളെല്ലാവരും അണിനിരക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ യൂത്ത് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJPയുടെ ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തിനകത്ത് അധികാരത്തിൽ ഏറുന്നതിന് മുമ്പ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുന്നിലേക്ക് നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വർഷം 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ഇന്ത്യ രാജ്യത്തിനകത്ത് 2 കോടി യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് 2014 തെരഞ്ഞെടുപ്പിനകത്ത് BJP പ്രധാനമായും മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ മുദ്രാവാക്യങ്ങളിലൊന്ന്. ആ കണക്കനുസരിച്ച് ഇന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് 10 വർഷം പൂർത്തിയാക്കി വീണ്ടും അധികാരത്തിൽ വന്ന് 2 വർഷം പൂർത്തിയാകാൻ വേണ്ടി പോവുകയാണ്. ഏകദേശം 24 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും 24 കോടി ആളുകൾക്ക്, യുവജനങ്ങൾക്ക്, യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടേണ്ട ഒരു കാലഘട്ടത്തിനകത്താണ് ഈ നാടിനെ എത്രത്തോളാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വഞ്ചിച്ചിരിക്കുന്നു എന്നത് ഏറ്റവും വലിയ ഉദാഹരണമാണ്. നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ വിവരാവകാശ പ്രകാരമുള്ള കണക്ക് പ്രകാരം ഏകദേശം 2 ലക്ഷത്തിൽ പരം തൊഴിലവസരങ്ങളും തൊഴിൽ നിയമനങ്ങളുമാണ് കഴിഞ്ഞ 12 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ രാജ്യത്തിനകത്ത് നടപ്പിലാക്കിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ മേഖലാ ട്രഷറർ അനീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ മായ, ശരത് ചന്ദ്രൻ, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ മിഥുൻ ദാസ്, ജഗൻ, രാഹുൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വികസന പ്രവർത്തനങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരിന് സാമ്പത്തികമായി ഞെരുക്കം സൃഷ്ടിച്ചുകൊണ്ട് ഇല്ലാതാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ ചെയ്തികളെക്കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം ബോധ്യമുണ്ടായിരിക്കേണ്ടതാണ്. സ്വന്തം കാൽച്ചോട്ടിലെ മണ്ണൊലിച്ചു പോകുമ്പോഴും അതിനെതിരെ ഭരണകൂടത്തിന്റെ ഭീകരതയെ ഓർത്ത് ഒരു വാക്കുപോലും മിണ്ടാനാകാതെ മൗനം പാലിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് അനീതികൾക്കെതിരെ ഉയരാത്ത കൈയും പറയാത്ത നാവും അടിമത്തത്തിൻ്റെതാണെന്ന് ഓരോ നിമിഷവും വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ യുവജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ വിരുദ്ധ നയങ്ങൾക്കെതിരെയും ഈ നാട്ടിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയെല്ലാം വിറ്റുതൊലിച്ചുകൊണ്ട് ജനങ്ങളെ തൊഴിലില്ലായ്മയിലേക്ക് തള്ളിവിടുന്ന കേന്ദ്ര സർക്കാരിന്റെ ദുർനടപടികൾക്കെതിരെയും ഇത്തരത്തിലൊരു യൂത്ത് മാർച്ചുമായി ഡിവൈഎഫ്ഐ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് CCV.